2026 മുമ്പ് അവസാനമായി കേരളം ഭരിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ ചിത്രം KPCC ആസ്ഥാനമായ ഇന്ദിരാഭവന് മുന്നിൽ വലിയ ചിത്രമായി തൂക്കിയിട്ടുണ്ട്. അവിടെ സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്നൊരു വാചകം കൂടിയുണ്ട്. അദ്ദേഹം അവസാനിപ്പിച്ചിടത്ത് നിന്ന് ആര് തുടങ്ങും എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ 4 മണിക്കൂർ മാത്രമാണ് ബാക്കിയാകുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. രാവിലെ 11 മണിക്ക് സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ 10 ജൻപതിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി നടത്തുന്ന നിർണായകമായൊരു കൂടിക്കാഴ്ചയോടെയായിരിക്കും ഈ പ്രഖ്യാപനത്തിന്റെ അവസാനവട്ട തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. അതിനു മുന്നോടിയായി ഘടകകക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ലീഗ് നേതൃത്വവുമായും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി എല്ലാം AICCയുടെ സംഘടനാകാര്യ ചുമതലയുള്ള കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായിട്ടാണ് പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളുടെയൊക്കെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കം നടക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഒരു കോംപ്രമൈസ് സെറ്റിൽമെന്റിലേക്ക് AICC നേതൃത്വം എത്തുകയാണ് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതായത് ഘടകകക്ഷികൾക്കും MLA-മാർക്കും ഒരുപോലെ സ്വീകാര്യതയുള്ള ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരും. അത് ആരെ എന്ന ചോദ്യത്തിന് മാത്രമാണ് ഇനിയൊരു വ്യക്തമായ ഉത്തരം കിട്ടാത്തത്. സാധ്യതകൾ പലതുണ്ട്. അവസാനവട്ട പ്രതീക്ഷകളിലും MLA-മാരുടെ പൂർണ്ണമായ പിന്തുണ തനിക്കൊപ്പം തന്നെയാണ് എന്ന വിലയിരുത്തലിൽ KC വേണുഗോപാൽ പക്ഷം ആത്മവിശ്വാസം കൈവിടാതിരിക്കുകയാണ്. അതേസമയം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ സമ്മർദ്ദം തനിക്ക് അനുകൂലമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന VD സതീശൻ. അതേസമയം രമേശ് ചെന്നിത്തലയാകട്ടെ തന്റെ കഴിഞ്ഞ 40-ലേറെ വർഷം നീണ്ട അനുഭവ സമ്പത്ത്, കോൺഗ്രസിന്റെ ദേശീയ നേതൃനിരയുമായുള്ള വ്യക്തിബന്ധം, ഇന്ദിരാഗാന്ധിയുമായും രാജീവ് ഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമൊക്കെയായി ഏറെ നാളുകളായി കാത്തുസൂക്ഷിക്കുന്ന ഇടയെടുപ്പും അതോടൊപ്പം മറ്റ് ഘടകകക്ഷി നേതാക്കൾക്ക് എതിർപ്പുന്നയിക്കാൻ കഴിയാത്ത ഒരു കോംപ്രമൈസ് മുഖമായി താൻ വരുമെന്ന പ്രതീക്ഷയിലാണ് രമേശ് ചെന്നിത്തല. ഇങ്ങനെ 3 ക്യാമ്പുകളും ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ്. ഇതിൽ ഏറ്റവും ഒടുവിൽ സോണിയാഗാന്ധി സംസ്ഥാനത്തെ അവസാന വാക്കായ AK ആന്റണിയുടെ അഭിപ്രായം തേടിയപ്പോൾ AK ആന്റണി മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്, ഒരു ഫോർമുലയുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം ഒരു സൊല്യൂഷനായി അവരുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനമായി പുറത്തേക്ക് വരാൻ സാധ്യത. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ CLP ലീഡർ ആര് എന്ന ചോദ്യത്തിന് 10 ദിവസം നീണ്ട എല്ലാ ആകാംക്ഷകൾക്കും വിരാമം ഇട്ടുകൊണ്ട് 4 മണിക്കൂർ കഴിയുമ്പോൾ ഉത്തരം ലഭിക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇന്നലെ വൈകിട്ട് തന്നെ ഈ പ്രഖ്യാപനം നടക്കേണ്ടതായിരുന്നു. പക്ഷേ ബംഗളൂരുവിൽ നിന്ന് മല്ലികാർജ്ജുന ഖാർഗെ തിരികെ ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. വൈകിട്ട് പ്രഖ്യാപിക്കാനുള്ള സമയം നീണ്ടുപോയ പശ്ചാത്തലത്തിലാണ് ഘടകകക്ഷി നേതാക്കളെ ഒരിക്കൽ കൂടി സംസാരിച്ച് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ കലുഷിതമായ രംഗം ഒന്ന് ശാന്തമാക്കി ഇന്ന് ആ പേര് പ്രഖ്യാപിക്കാനുള്ള അരങ്ങൊരുങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 4 മണിക്കൂറിനപ്പുറം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്നാണ് ഡൽഹിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന. അതായത് ഡാനി സൂചിപ്പിക്കുന്നത് പ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയെങ്കിലും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ചൊരു അന്തിമ പ്രഖ്യാപനം ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകും എന്ന് വേണമല്ലേ വിലയിരുത്താൻ. അതായത് ഇനിയിപ്പോൾ കേരള നേതാക്കളുമായി അല്ലെങ്കിൽ ഘടകകക്ഷികളുമായി കൂടുതൽ ആശയവിനിമയത്തിനുണ്ടാകില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരു പേരിലേക്ക് എത്തിയിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമവട്ട ചർച്ച. അതിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ AICCയുടെ അധ്യക്ഷനുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ, മറ്റ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ കൂടിയാലോചിച്ച് അതൊരു റിലീസായോ അല്ലെങ്കിൽ പ്രഖ്യാപനമായോ പുറത്തേക്ക് വരിക, അതുമാത്രമാണ് ശേഷിക്കുന്നത് എന്നാണോ? നേരത്തെ കർണാടക മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയെ പ്രഖ്യാപിച്ചപ്പോൾ, അതായത് അവിടെ ഉണ്ടായ തർക്കങ്ങൾ നമുക്കറിയാം. DK ശിവകുമാറിന് വേണ്ടി വലിയ തരത്തിൽ ജനവികാരം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും കർണാടകയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സീനിയോറിറ്റി തർക്കങ്ങളുണ്ടായി. പാർട്ടിയുടെ കൂടുതൽ വിധേയത്വമുള്ളയാൾ ആരാണ് എന്ന ചോദ്യം ഉയർന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒടുവിൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ തന്നെ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിർണായക തീരുമാനം എടുത്തത്. സമാനമായ തരത്തിലും കേരളത്തിലെ പ്രഖ്യാപനം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിരിക്കുമോ രാഹുൽ ഗാന്ധി ആയിരിക്കുമോ, അതോ ഇനി കഴിഞ്ഞ ദിവസം ഈ ചർച്ചകൾക്കൊടുവിൽ മുമ്പിൽ വന്ന് ആദ്യം സംസാരിച്ച ദീപാദാസ് മുൻഷി കേരളത്തിന്റെ ചുമതലയുടെ AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുമോ ഈ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. ഇതൊന്നുമല്ല എങ്കിൽ മാത്രമായിരിക്കും ഒരു വാർത്താക്കുറിപ്പായി അത് പുറത്തിറങ്ങാൻ സാധ്യത. ഇത്രയും ഗൌരവമുള്ള ഒരു വിഷയമാണ്. 10 ദിവസമായി അക്ഷരാർത്ഥത്തിൽ ഒരു ഭരണസ്തംഭനത്തിലേക്ക് കേരളം മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ജൂൺ മാസത്തിൽ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. അതിനോടകം പാഠപുസ്തകങ്ങളുടെ അച്ചടി അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അടുത്തയാഴ്ച SSLCയുടെ ഫലം പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഇങ്ങനെ ഭരണതലത്തിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നിരവധി കാര്യങ്ങൾ ഒരു വശത്ത് അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി തർക്കം
എങ്ങുമെത്താതെ നീളുന്ന സാഹചര്യം ഉണ്ടാകുകയും അതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഘടകകക്ഷികളും പൊതുസമൂഹവും രംഗത്ത് വരികയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായത്. അതുകൊണ്ട് ഇനി ഒട്ടും വൈകാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനും. കാത്തിരുന്നത് തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണ്. അത് ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നുവെന്നത് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ 1 മണിക്കൂർ കൂടി കഴിയുമ്പോൾ 10 ജൻപത് വസതിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയോടെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകും. പിന്നെ എപ്പോൾ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് മാത്രമേ ഇനി അറിയേണ്ടി വരികയുള്ളൂ. തീർച്ചയായും അവിടെ ഇതാ ഈ ഡാൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇനിയിപ്പോൾ 3-4 മണിക്കൂറുകൾ മാത്രമാണ് ആ കാത്തിരിപ്പ് നീളുന്നുള്ളൂ എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. അങ്ങനെ നമുക്ക് പ്രത്യാശിക്കുകയും ചെയ്യാം. പക്ഷേ അപ്പോഴും ആരുടെ പേരിലേക്ക് എന്നതുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ ഇപ്പോൾ തുടരുന്ന സാഹചര്യം ആണല്ലോ ഉള്ളത്. ഈ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ തങ്ങൾക്കാണ് എന്ന് KC പക്ഷം ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചോ ഇല്ലയോ എന്നതിനപ്പുറത്ത് MLA-മാരുടെ താല്പര്യം, സംഘടനയ്ക്ക് താല്പര്യം, മറ്റ് നേതാക്കൾക്ക് താല്പര്യം, ഇക്കാര്യങ്ങൾക്ക് തന്നെ ഹൈക്കമാൻഡ് പരിഗണന നൽകും. അങ്ങനെയുള്ള പരിഗണനയിൽ മുന്നിലെത്താൻ പറ്റുമെന്ന് KC വേണുഗോപാൽ വിഭാഗം പ്രതീക്ഷിക്കുന്നു. സീനിയോറിറ്റി അടക്കം നേരത്തെ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന ആൾ എന്ന നിലയിൽ ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയെ പരിഗണിക്കുമെന്ന് രമേശ് അനുകൂലികൾ കരുതുന്നു. ഇതിനൊക്കെ മുകളിലാണ് ജനങ്ങളുടെ വിധിയെഴുത്ത്, ഈ നേതാക്കളുടെ അഭിപ്രായങ്ങൾ, MLA-മാരുടെ നിലപാട്, അതിനൊക്കെ മുകളിലുള്ള ഒരു വിധിയെഴുത്തിലേക്ക് എത്തിയത് VD സതീശൻ മുന്നിൽ നിന്ന് നയിച്ചതുകൊണ്ടാണ് എന്ന് VD പക്ഷവും ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ മണിക്കൂറുകൾ ശേഷിക്കുമ്പോൾ പോലും ആർക്കും വ്യക്തതയില്ലാതെ പോകുന്നു. എല്ലാവരും ഒരുപോലെ പ്രതീക്ഷയും പുലർത്തുന്നു. അതല്ലേ സാഹചര്യം? എനിക്ക് തോന്നുന്നത് ഇതിലൊരു കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിയോടെ നമുക്ക് ആ ഒരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ്. കാരണം MLA-മാരിൽ ബഹുഭൂരിപക്ഷത്തിന്റെ പിന്തുണ ലഭിച്ചത് AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ്. ഇന്ദിരാഭവനിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ദിരാഭവനിൽ വെച്ച് ഒരാഴ്ച മുമ്പാണ്, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ എത്തി നിർണായകമായ കൂടിക്കാഴ്ച ഇവിടെ വെച്ച് MLA-മാരുമായി നടത്തുന്നത്. അതിൽ ഭൂരിപക്ഷം പേരുടെയും പിന്തുണ KC വേണുഗോപാലായിരുന്നു. അതിനുശേഷം MP-മാരുടെ പിന്തുണ ആരാഞ്ഞു. അവിടെയും KC വേണുഗോപാലിന് അനുകൂലമായ നിലപാടാണ് ഉണ്ടായത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തു നിന്നുള്ള 9 മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. അതിൽ 6 പേരുടെ പിന്തുണ KC വേണുഗോപാലിന് ലഭിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത്. അങ്ങനെയിരിക്കെ ഈ പാർട്ടിയുടെ കൃത്യമായ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് MLA-മാരുടെ പിന്തുണ കൂടുതൽ ലഭിക്കുന്നയാൾ CLP ലീഡറാകുക എന്ന തുടർന്നു വരുന്ന ശൈലി അങ്ങനെ നോക്കുകയാണെങ്കിൽ KC വേണുഗോപാലിന് തന്നെയാണ് അവിടെ അനുകൂലമായ ഒരു മുൻതൂക്കമുണ്ടായത്. പക്ഷേ KC വേണുഗോപാലിനെ അങ്ങനെ പിന്നീട് എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല? കൃത്യമായി പിന്തുണ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രഖ്യാപനം നീണ്ടു എന്ന ചോദ്യമാണ് ഒരുപക്ഷെ ഇത് മറ്റൊരു പേരിലേക്ക് എത്തിയേക്കും എന്നുള്ള സാധ്യതകൾ കൂടി ഉണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.